ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി ഭാഗമാണ് നോക്കുന്നത്. നമുക്ക് ഒരു അധിനിവേശക്കാർ എന്ന് പറഞ്ഞൊരു ഭാഗം പഠിക്കാനുണ്ട്. അതിൽ ആഫ്രിക്കൻ മുഷീനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ആഫ്രിക്കൻ മുഷി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണുന്ന ഒരു നാടൻ മത്സ്യമാണ്. പിന്നെ അതിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള ആഹാര ശൃംഖല, ഫുഡ് ചെയിനിനെ കുറിച്ച് പറയുന്നുണ്ട്. ആഹാര ശൃംഖലാ ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധത്തെയാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. ഉദാഹരണം നമുക്കറിയാം, ചെറു സസ്യം, അതിനെ പുഴു, കോഴി, കുറുക്കൻ, കഴുകൻ, ഈ ഒരു രീതിയിൽ പോകുന്ന ഒരു ആഹാര ശൃംഖലാ ജാലം. ഇനി ആഹാരം നിർമ്മിക്കാം എന്ന് പറയുന്ന ഒരു പോർഷനാണ് മെയിനായിട്ടുള്ളത്. ഞാനിതിൻ്റെ നോട്ട് ലാസ്റ്റ് ചേർക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പോസ് ചെയ്ത് അത് എഴുതിയെടുക്കാം. ആഹാര നിർമ്മാണം നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശം ഇതെല്ലാം ചേർന്ന് പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയ വഴിയാണ് ആഹാരം നിർമ്മിക്കുന്നത് നമുക്കറിയാം, ചെടികളുടെ ഇലകളിൽ വെച്ചാണ്. ഇലകളിൽ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള വർണ്ണകം ഉണ്ട്. അതാണ് ഈ നോട്ടിൽ ഉള്ളത്. ഇനി ഇലകൾ നമുക്കറിയാം, സസ്യങ്ങൾക്ക് ഇലകൾ വഴിയാണ് സൂര്യപ്രകാശം എന്നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി ഈ ഇലകൾ പല നിറത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ നിറം കൊടുക്കുന്ന സംഭവത്തെ നമ്മൾ പറയുന്നതാണ് വർണ്ണകം. അങ്ങനെ ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ, ഓറഞ്ച് നിറം നൽകുന്നതാണ് കരോട്ടിൻ, മഞ്ഞ നിറം നൽകുന്നതാണ് സാന്തോഫിൽ. അതുപോലെ അടുത്ത ഒരു പോർഷൻ്റെ പറയുന്നതാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങൾ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പെർസെൻറ്റേജ് പലതവണ ചോദിച്ചിട്ടുണ്ട്. സോ നൈട്രജൻ നമ്മുടെ അന്തരീക്ഷത്തിൽ 78%, ഓക്സിജൻ 21%, ആർഗൺ 0.93%. ഇതിൻ്റെ ഏകദേശ വാല്യൂസ് ഓർത്തിരിക്കുക, കാരണം SCERT NCERT ചെറിയ ഡിഫറൻസ് വരാറുണ്ട്. എന്തായാലും SCERT പ്രകാരം ഇതാണ് വരുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള മൈക്രോസ്കോപ്പിനെ കുറിച്ചൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത്. PSC എക്സ്പെരിമെൻ്റ് അതൊന്നും ചോദിക്കില്ല, പക്ഷേ സ്റ്റൊമാറ്റ എന്താണെന്ന് അറിയണം. മൈക്രോസ്കോപ്പിലൂടെ നമ്മളൊരു ഇല നിരീക്ഷിക്കുമ്പോൾ അതിൽ കാണുന്ന ചെറിയ സുഷിരമാണ് സ്റ്റൊമാറ്റ. അതായത് ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളാണ്. ഇതിലൂടെയാണ് അന്തരീക്ഷത്തിലെ വായു, സസ്യത്തിനകത്ത് പ്രവേശിക്കുന്ന വായു, ജലം എല്ലാം. ഇനി പ്രകാശ സംശ്ലേഷണ ഫലമായുള്ള ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സ്റ്റൊമാറ്റയിലൂടെയാണ്. പിന്നെ നമുക്കറിയാം, പകല് നടക്കുന്ന പ്രക്രിയയാണ് ശ്വസനവും പ്രകാശ സംശ്ലേഷണവും. അതുകൊണ്ട് തന്നെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അവിടെ വിനിമയം ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ശ്വസനം നടക്കുന്നത്, രാത്രികളിൽ നടക്കുന്നത് ശ്വസനം മാത്രമാണ്. അടുത്തൊരു ഭാഗമാണ് ആതിഥേയനും അതിഥികളും എന്ന് പറഞ്ഞിട്ട്. അതായത് 3 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒന്ന്, എപ്പിഫൈറ്റുകൾ എന്താണ്, സെമി പാരസൈറ്റ്സ് എന്താണ്, പാരസൈറ്റ്സ് എന്താണ്. അത്രയേ ഉള്ളൂ മെയിനായിട്ട് ഈ 5th സ്റ്റാൻഡേർഡിൽ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ചാപ്റ്ററിൽ. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് ഓർക്കിഡ്, മരവാഴ. അതായത് വാസസ്ഥലത്തിന് മാത്രമായിട്ട് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നു. സെമി പാരസൈറ്റ്സ് ആണ് ഇത്തിൽ കണ്ണി, അതായത് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ജീവിക്കുന്നതാണ്. എന്നാൽ പാരസൈറ്റ്സ് അതല്ല, ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ മൊത്തം വലിച്ചെടുക്കുന്നു. അതിന് ഉദാഹരണമാണ് മൂടില്ലാത്താളി. സെമി പാരസൈറ്റ്സ് ഭക്ഷണം സ്വയം ഉണ്ടാക്കി കഴിക്കും. എന്നാൽ പാരസൈറ്റ്സ് അങ്ങനെയല്ല, അത് ഏത് ചെടിയിലാണോ വസിക്കുന്നത് അതിന്റെ ഫുൾ ജലവും ലവണവും എല്ലാം വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചെടിക്ക് അത് ഭയങ്കര ദോഷം ആയിരിക്കും. ഇത്രയേ ഉള്ളൂ 5th സ്റ്റാൻഡേർഡിൽ മെയിൻ ടോപ്പിക് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നോട്ട്സ് എല്ലാവരും എഴുതിയെടുക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്. ബൈ.